ഇടുക്കിയിലെ മലനിരകളിൽ മഞ്ഞു പുതച്ചൊരു വൈകുന്നേരം. ആതിര തന്റെ ഫാം ഹൌസിൽ തനിച്ചായിരുന്നു. നഗരത്തിലെ ബഹളങ്ങളിൽ നിന്ന് മാറി കുറച്ചു ദിവസം സമാധാനമായി ഇരിക്കാൻ വന്നതാണവൾ. പക്ഷേ അപ്രതീക്ഷിതമായാണ് പഴയ സുഹൃത്തായ അർജുൻ അവിടെ എത്തിയത്. വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച. പുറത്തു മഴ കനത്തതോടെ കരന്റ് പോയി. മുറിക്കുള്ളിൽ മെഴുകുതിരി വെട്ടത്തിന്റെ നേർത്ത ചുവപ്പ് പടർന്നു. തണുക്കുന്നുണ്ടോ ആതിര? അർജുൻ ചോദിച്ചു. അവൾ വെറുതെ തലയാട്ടി. കൈയിലിരുന്ന വൈൻ ഗ്ലാസിൽ മെഴുകുതിരി വെട്ടം പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ. ആ കണ്ണുകളിലെ തിളക്കം മാറിയിട്ടില്ല. അവന്റെ ശബ്ദത്തിലെ ഗാംഭീര്യം ആതിരയെ വല്ലാതെ ആകർഷിച്ചു. അവൾ അവനെ നോക്കി. ആ നോട്ടത്തിൽ ഒരുതരം വശ്യതയുണ്ടായിരുന്നു. അവൻ പതുക്കെ അവളുടെ തോളിൽ കൈവച്ചു. അവന്റെ കൈകളുടെ ചൂട് അവളുടെ തണുത്ത ചർമ്മത്തിലൂടെ പടർന്നു. ആതിര വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് തണുപ്പുകൊണ്ടല്ലായിരുന്നു. അർജുൻ അവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്തു. അവന്റെ ശ്വാസം അവളുടെ കവിളുകളിൽ തട്ടി. വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത നിമിഷങ്ങൾ. മെഴുകുതിരി നാഗം കാറ്റിൽ ഉലയുന്നു. അവർക്കിടയിലെ അകലം കുറഞ്ഞുവന്നു. പുറത്തെ തണുപ്പിനെ തോൽപ്പിക്കുന്ന ഒരു ചൂട് ആ മുറിക്കുള്ളിൽ നിറഞ്ഞു. ആ രാത്രി അവർ പരസ്പരം കൂടുതൽ അടുത്തറിഞ്ഞു. മലനിരകളിലെ മഞ്ഞിനും മഴയ്ക്കും സാക്ഷിയായി അവർ ഒന്നായി മാറി. രാത്രി 12 മണി. ഓഫീസ് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി മടങ്ങുകയായിരുന്നു വരുൺ. ഫ്ളാറ്റിലെ ലിഫ്റ്റിൽ കയറിയപ്പോൾ അവിടെ ഒരാൾ കൂടിയുണ്ടായിരുന്നു. റീന, മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന സുന്ദരിയായ പെൺകുട്ടി. അവർ തമ്മിൽ എപ്പോഴും ചിരിക്കാറുണ്ടെങ്കിലും ഇതുവരെ അധികം സംസാരിച്ചിട്ടില്ല. പെട്ടെന്നാണ് ഒരു കുലുക്കത്തോടെ ലിഫ്റ്റ് നിന്നുപോയത്. ലൈറ്റുകൾ അണഞ്ഞു. എമർജൻസി ലൈറ്റിന്റെ ചുവന്ന വെളിച്ചം മാത്രം ബാക്കിയായി. പേടിക്കണ്ട, ഇപ്പു ശരിയാകും, വരുൺ ആശ്വസിപ്പിച്ചു. പക്ഷേ റീനയ്ക്ക് പേടി കൂടി വരികയായിരുന്നു. അവൾ അവനോട് ചേർന്ന് നിന്നു. ആ ചെറിയ സ്ഥലത്ത് അവളുടെ പെർഫ്യൂമിന്റെ ഗന്ധം വരുണിന്റെ ഇന്ദ്രിയങ്ങളെ ഉണർത്തി. അവൾ അവന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടുന്നു, അവൾ മന്ത്രിച്ചു. വരുൺ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തു പിടിച്ചു. അവളുടെ വസ്ത്രത്തിന്റെ നേർത്ത സ്പർശനം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. വിയർപ്പുതുള്ളികൾ അവളുടെ നെറ്റിയിൽ തിളങ്ങുന്നു. അവന്റെ നെഞ്ചിടിപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു. ലിഫ്റ്റിലെ ആ ചെറിയ സ്ഥലത്ത് അവർ മാത്രമായി ചുരുങ്ങി. വരുൺ അവളുടെ മുടിയിഴകൾ പതുക്കെ വകഞ്ഞുമാറ്റി. അവളുടെ കണ്ണുകളിൽ ഒരുതരം മത്തുപിടിപ്പിക്കുന്ന ഭാവം. ലിഫ്റ്റ് നന്നാക്കാൻ ആരെങ്കിലും വരുമെന്ന ചിന്ത പോലും അവർ മറന്നുപോയി. ആ നിമിഷത്തിന്റെ ലഹരിയിൽ അവർ പരസ്പരം ലയിച്ചു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ അവൻ തന്റെ അധരങ്ങൾ ചേർത്തു. പുറത്തെ ലോകം നിശ്ചലമായതുപോലെ. അവസാനം ലിഫ്റ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കിടയിലൊരു പുതിയ ബന്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു.